നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയുടെ മുമ്പാകെ പുതിയ നീക്കങ്ങളുമായി, പുതിയ ഹർജിയുമായി എത്തുകയാണ് മുതിർന്ന അഭിഭാഷകനും രാജ്യസഭയിലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള കപിൽ സിബൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് എടുത്തിരിക്കുന്ന തെറ്റായ നടപടിക്രമങ്ങൾ, സൂര്യകാന്ത് ഈ രാജ്യത്തെ യുവതയെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങൾ, ഇതൊക്കെ സുപ്രീം കോടതിക്ക് എങ്ങനെ പണി കൊടുക്കാം എന്ന് തന്നെ ആലോചിച്ച് കപിൽ സിബൽ മുന്നിട്ടിറങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ ഡീലിമിറ്റേഷൻ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമ നടപടികൾ ആരംഭിക്കാൻ, അതിനുവേണ്ടി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദഗതികൾ ഉയർത്താനാണ് കപിൽ സിബൽ തീരുമാനിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള രീതി നമുക്കറിയാം. നിലവിൽ സൗത്ത് ഇന്ത്യയുടെ സോണൽ മീറ്റിൽ വൈസ് ചെയർമാൻ പദവി തമിഴക വെട്രിക്കഴകം നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയ്ക്കാണ് നൽകിയത്. അമിത്ഷാ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. DK ശിവകുമാറിനോ രേവന്ത് റെഡ്ഡിക്കോ VD സതീശനോ ഒന്നും കൊടുക്കാത്ത പ്രാധാന്യം എന്തുകൊണ്ട് കൊടുക്കുന്നു? ചന്ദ്രബാബു നായിഡുവിന് പോലും കൊടുക്കാതെ എന്തുകൊണ്ട് വിജയിയെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു? വിജയിയെ വിശ്വാസത്തിലെടുക്കുന്നത് വോട്ടെടുപ്പിൽ വിജയിയുടെ MP-മാർ ഇനിയുള്ള കാലത്ത് രാജ്യസഭയിൽ MP-മാരുടെ വേക്കൻസിയിൽ തമിഴ്നാട്ടിൽ നിന്നും തമിഴക വെട്രിക്കഴകം ഈസിയായി ജയിക്കും. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തമിഴക വെട്രിക്കഴകം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതിൽ പരിപൂർണമായൊരു അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടും വിജയിയെ പരമാവധി ശത്രുപക്ഷത്ത് നിർത്താതെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള ഗിമിക്സുമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതെല്ലാം മനസ്സിലാക്കണം. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഓരോ സംസ്ഥാനത്തും വിവിധ സമയത്ത് നടക്കുന്നു. അതിനെ ഏകീകരിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം കൊണ്ടുവരുന്നു. അതേസമയം ഡീലിമിറ്റേഷൻ്റെ നൂലാമാലകൾ ഉപയോഗിച്ച് BJP ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ പലർക്കും മനസ്സിലാകില്ല. ബേസായി പറഞ്ഞു പോയാൽ മനസ്സിലാകാത്ത നിരവധിയായ വിഷയങ്ങളുണ്ട്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കവുമായി സുപ്രീം കോടതിയിലേക്ക് ഇന്ത്യ മുന്നണി നീങ്ങുന്നത്. രണ്ട് പ്രധാന കാര്യങ്ങൾ: ഡീലിമിറ്റേഷൻ നടപടികൾ നിർത്തിവെക്കുക എന്നുള്ളതും സെൻസസിന്റെ ഭാഗമാക്കി അതിനെ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കുക. GDP-യുടെ അടിസ്ഥാനത്തിൽ തത്തുല്യ പ്രാധാന്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകാമെന്ന് അമിത്ഷാ ഉറപ്പ് കൊടുത്തു എന്ന് പറയുന്നു. യാതൊരു ഉറപ്പും അങ്ങനെ കൊടുത്തിട്ടില്ല. വിജയ് പറയുന്ന വാക്യങ്ങളെ അതുപോലെ ആവർത്തിക്കാൻ കഴിയില്ല. വിജയ് അങ്ങനെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു എന്ന് പറയാനും കഴിയില്ല. ഇവിടെ ഡീലിമിറ്റേഷൻ നടപടികളെ ശക്തമായി എതിർക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായും ഇന്ത്യയിൽ വലിയ തോതിലുള്ള വിഭജനം നടക്കുന്നു. അത് പെർ ക്യാപിറ്റ ഇൻകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നിലവാരത്തെ തളർത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളാണ്. ഇതെല്ലാമാണ് വിവിധ രൂപത്തിലുള്ള ഹർജികളായി സുപ്രീം കോടതിയിൽ ഉടൻ തന്നെ പരിഗണിക്കാൻ പോകുന്നത്.